മറ്റൊരാൾ കനിഞ്ഞു നൽകിയ ടിക്കറ്റിൽ അച്ഛൻ പറന്നു വന്നു. പക്ഷേ ആശുപത്രിയിലായിരുന്ന കുഞ്ഞ് സാവിയോയെ കാണാൻ അനുവാദമുണ്ടായിരുന്നില്ല. അങ്ങനെ പപ്പയുടെ കരുതലേൽക്കാൻ കാത്തു നിൽക്കാതെ സാവിയോ യാത്രയായി. പപ്പ വന്ന് അരികിലിരുന്നു, ഒന്ന് തൊടാൻ പോലും ആകാതെ. ഗൾഫിൽ വില്യംസും ഭാര്യ ജാനറ്റും 2 വയസ്സുള്ള സാവിയോയും ഒരുമിച്ചായിരുന്നു താമസം. അമ്മയും മകനും കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ വച്ചാണ് സാവിയോയ്ക്ക് തലച്ചോർ സംബന്ധമായ അസുഖം കണ്ടെത്തിയത്. ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രോഗം മൂർച്ഛിച്ചു. അങ്ങനെ മകന്റെ അരികിലെത്താൻ വില്യംസ് ഒരുപാട് കൊതിച്ചുവെങ്കിലും അപ്പോഴേക്കും കോവിഡ് മൂലം വിമാന സർവീസുകൾ നിർത്തിവെക്കുകയായിരുന്നു. വിദേശത്ത് കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കാനായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വന്ദേ ഭാരത് വിമാനങ്ങളിലും ടിക്കറ്റ് കിട്ടിയില്ല. ഈ സങ്കടം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അനിൽകുമാർ തനിക്ക് കിട്ടിയ ടിക്കറ്റ് വില്യംസിന് നൽകി. വേൾഡ് മലയാളി ഫെഡറേഷൻ ഭാരവാഹികളും യാത്രയ്ക്ക് സഹായിക്കുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വിമാനമിറങ്ങി തൃശ്ശൂരിലേക്ക് എത്തിയെങ്കിലും വില്യംസ് നിർബന്ധിത ക്വാറന്റൈനിൽ കഴിഞ്ഞു. അരികിലെത്താൻ കഴിയാതിരുന്ന വില്യംസ് മകനെ കണ്ടത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോ കോളിലൂടെയാണ്. ഇന്നലെ രാവിലെ സാവിയോ മരണത്തിന് കീഴടങ്ങി. അന്തിമ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്വാറന്റൈൻ നിബന്ധനകൾ വില്യംസിന് തടസ്സമായി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അല്പം മാറ്റി നിർത്തി. അച്ഛൻ മകന്റെ അരികിലേക്ക് ഒന്ന് ഇരുന്നു. അങ്ങനെ മനസ്സുകൊണ്ട് വാരിപ്പുണർന്നു അന്ത്യചുംബനം നൽകി. പിന്നെ എണീറ്റ് നടന്നു. വീട് അണുവിമുക്തമാക്കിയതിനു ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. അങ്ങനെ പ്രവാസികൾക്ക് കോവിഡ് കാലം നൽകുന്ന ദുരിതപൂർണമായ അനുഭവങ്ങളിൽ ഒന്നുകൂടെയാകുന്നു ഇതും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.